ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഈ വേൾഡ് ഹെൽത്ത് ഡേക്ക് സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾക്ക് ചെറിയ സംശയം ചോദിച്ചു. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്, അതായത് ആകാംക്ഷ, ഈ പലതരം അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ, ആകാംക്ഷ കൊണ്ട് എങ്ങനെ ഈ അസുഖങ്ങൾ വരും എന്നുള്ളതാണ് കുട്ടികളുടെ സംശയം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു പേർക്കൊക്കെ താല്പര്യമുള്ള വിഷയമായിരിക്കുമെന്നോ വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ടെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഈ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്തുവാണ്? ഉദാഹരണമായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു മൃഗമാണെന്ന് വിചാരിക്കുക. ആ മൃഗം, ഒരു മാൻ അവിടെ നിൽക്കുന്നു, ഒരു കടുവ വരുന്നു. അപ്പോ അയാൾക്ക് സ്ട്രെസ് വരുന്നു. അപ്പൊ സ്ട്രെസ് വരുമ്പോൾ എന്തൊക്കെ വേണം? അയാളുടെ ഹൃദയമിടിപ്പ് കൂടും, അയാളുടെ BP കൂടും, രക്തത്തിലെ ഷുഗർ കൂടും. എന്തിനാ രക്തത്തിൽ ഷുഗർ കൂടുന്നേ? ഈ രക്തത്തിലെ ഷുഗർ വെച്ചിട്ട് വേണം അവന് ഓടാനുള്ള എനർജി വരാൻ. അപ്പൊ ഈ ഷുഗർ കൂടാൻ വേണ്ടിയിട്ട് ശരീരം ചില ഹാർമോണുകൾ പുറപ്പെടുവിക്കും. അത് ഈ കോർട്ടിസോൾ എന്നും നമ്മൾ സ്റ്റീറോയിഡ് എന്നൊക്കെ പറയൂലേ, അതും പിന്നെ അഡ്രിനാലിനും ഒക്കെയാണ് അങ്ങനെയുള്ള ഹാർമോൺസ്. അപ്പൊ ഇതൊക്കെ വന്നിട്ട് ഈ മൃഗം ഒറ്റ ഓട്ടം ഓടും, രക്ഷപ്പെടും. മൃഗത്തിനെ സംബന്ധിച്ച് അതോടെ സ്ട്രെസ് തീർന്നു. അത് കഴിഞ്ഞ് അത് ചിലപ്പോൾ ഒന്ന് പുല്ല് തിന്നുന്നുണ്ടാവും, ചിലപ്പോൾ ദേ മേ ബി ഹാവിങ് സെക്സ്, whatever it is. അവർ ഇതങ്ങ് മറന്നു. അതോടെ മനുഷ്യരിൽ സംഭവിക്കുന്നത് സ്ട്രെസ് വരും, ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, പ്രഷർ കൂടും, ഷുഗർ കൂടും. പക്ഷെ മനുഷ്യൻ ഈ സ്ട്രെസ് കളയുന്നില്ല. ഇത് മനസ്സിലിട്ടിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കും, അവന്റെ ഉറക്കം കെടുത്തും. അപ്പോ ഈ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഈ സ്ട്രെസ് മനസ്സിൽ കാണും. അപ്പോ ഈ സംഭവങ്ങൾ തുടർന്ന് നിൽക്കും. അതായത് ഈ രക്തത്തിലെ ഷുഗർ കൂടിയിരിക്കുന്നത് തുടർന്ന് നിൽക്കും. അങ്ങനെ ഷുഗർ കൂടി നിൽക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ശരീരത്തിൽ നിന്ന് ഇൻസുലിൻ വരും. കാരണം ഇൻസുലിൻ എന്നുള്ള ഹാർമോണാണ് ഈ ഷുഗർ നമ്മുടെ കോശത്തിനകത്തോട്ടൊക്കെ കയറ്റി എനർജിയൊക്കെ ആക്കാനാണെങ്കിൽ കോശത്തിനകത്തോട്ട് കയറണമല്ലോ. അതിനെ സഹായിക്കുന്നത് ഇൻസുലിനാണ്. ഒരു പക്ഷേ നമുക്ക് എനർജി ആവശ്യമില്ലെങ്കിൽ, അതായത് ഈ മനുഷ്യൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്ട്രെസ് ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ ഒരു ഓടേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിൽ മാത്രം കിടക്കുന്ന സാധനമാണ്. അപ്പൊ ആ സ്ട്രെസ് വരുമ്പോൾ ഇതേ പരിപാടികൾ നടക്കും, പക്ഷെ നമുക്ക് എനർജി ആവശ്യമില്ല. അപ്പൊ എന്ത് പറ്റും? ഈ എനർജിയെ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതും ഈ ഇൻസുലിന്റെ ഒരു ജോലി തന്നെയാണ്. ഈ ഷുഗർ കൂടുതൽ വേണം എന്നൊരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മുടെ ശരീരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? നമ്മുടെ വിശപ്പ് കൂട്ടും. അപ്പൊ കൂടുതൽ ആഹാരം കഴിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രെസ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല, അപ്പോ ഉറക്കം കുറയും. അപ്പൊ ഈ നമ്മുടെ മൃഗങ്ങളിലെ പോലെ ഒരു സ്ട്രെസ് വന്ന് ആ സ്ട്രെസ് മാറുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും ആ സ്ട്രെസ് അങ്ങ് മാറണം. അത് മനുഷ്യനിൽ സംഭവിക്കുന്നില്ല. അതാണ് ഈ സോ കോൾഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരാനുള്ള കാരണം. അല്ലാതെ ഈ സ്ട്രെസ് മൃഗങ്ങൾക്കില്ല, മനുഷ്യന് മാത്രം, അങ്ങനെയല്ല. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, മനുഷ്യൻ ആ സ്ട്രെസ്സും കൊണ്ട് നടക്കുന്നു, മൃഗം അതങ്ങ് കളയുന്നു. അതാണ് അതിന്റെ പ്രധാനമായ കാര്യം. പിന്നെയുള്ള ഒരു പ്രധാന ആകാംക്ഷ ഇപ്പോൾ ആൾക്കാരിൽ കാണുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആകാംക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലുമൊക്കെ വായിക്കും, വാട്സപ്പിൽ നിന്നോ മാഗസീനിൽ നിന്നോ. ഇപ്പൊ എല്ലാ മാസികകൾക്കും ആരോഗ്യ സപ്ലിമെന്റ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ ഓരോന്ന് വായിച്ചു വെച്ച് നോക്കിയാൽ മിക്കവാറും ഈ ലോകത്തുള്ള എല്ലാ അസുഖവും നമുക്കുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പൊ അതിന്റെ സ്ട്രെസ്, അതിന് പരിശോധന ചെയ്യണ്ടേ? ഇങ്ങനെ സ്ട്രെസ്സായിട്ട് ഒരു ആവശ്യവും ഇല്ലാതെ നമ്മൾ സ്ട്രെസ് ഇങ്ങനെ നമ്മുടെ മനസ്സിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ പോയിന്റ് എന്താണ്? സ്ട്രെസ് എല്ലാ മൃഗങ്ങൾക്കും വരും, മനുഷ്യർക്കും വരും. മൃഗങ്ങൾ അത് അപ്പോഴേയും കളയും, മനുഷ്യൻ അത് അയവിറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സ്ട്രെസ് ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കാതിരിക്കുക. അയവിറക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് സ്ട്രെസ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാതിരുന്നു കഴിഞ്ഞാൽ പലവിധ അസുഖങ്ങൾ വരും. എന്തൊക്കെ വരും? പ്രഷർ വരും. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ BP കൂടും. പിന്നെ ഡയബറ്റീസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഓടാനുള്ള എനർജി വേണം, അതിന് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടും. ഇത് സ്ഥിരമായിട്ട് കൂടി നിന്നാൽ ഡയബറ്റീസ് ആവും. അതാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. വെയിറ്റ് കൂടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വിശപ്പ് കൂടും. പിന്നെ നമുക്ക് സ്ട്രെസ് മനസ്സിലുണ്ടെങ്കിലും ആ സ്ട്രെസ് പ്രകടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഓടി രക്ഷപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ എനർജിക്ക് വേണ്ട ഗ്ലൂക്കോസ് ഫാറ്റായി മാറും. അങ്ങനെ നമ്മൾ തടിയന്മാരാകും. അപ്പൊ അതുകൊണ്ട് ഈ സ്ട്രെസ് മനസ്സിലിട്ട് അയവിറക്കാതെ, സ്ട്രെസ് വരും, കുറച്ചു നേരം സ്ട്രെസ് അനുഭവിക്കുക, അതോടെ കളയുക. അങ്ങനെയാണെങ്കിൽ പ്രശ്നം. പിന്നെ ഈ സ്ട്രെസ് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് വേറൊരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.